ഉദയകുമാർ ഉരുട്ടിക്കൊലപാതക കേസിൽ സർക്കാരും സുപ്രീം കോടതിയിലേക്ക്. ഉദയകുമാറിന്റെ കുടുംബത്തിന് പിന്നാലെയാണ് സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാൻ തീരുമാനമെടുത്തത്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, കുടുംബത്തിന്റെ തീരുമാനം അത് നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ സർക്കാരും അതിനൊപ്പം തന്നെ ചേർന്നുകൊണ്ട് പോവുകയാണ് കോടതിയിലേക്ക്, മേൽക്കോടതിയിലേക്ക് എന്നതല്ലേ വിവരം? പോലീസുകാരെ കോടതി വെറുതെ വിട്ടു, അതിനെതിരെ അപ്പീലുമായി സർക്കാരും. അനുജ, രാഷ്ട്രീയമായി വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് 2005 സെപ്റ്റംബർ 29 നടന്ന ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. അന്ന് ഫോർട്ട് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർമാരായിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ അന്ന് ഡിവൈഎസ്പിമാരും ഒക്കെ ആയിട്ടിരുന്ന 7 പേരായിരുന്നു കേസിലെ പ്രതികൾ. അതിൽ 4 പേർക്ക് ഈ കൊലപാതകത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു നേരത്തെ CBI കുറ്റപത്രം സമർപ്പിച്ചതും. 2018 CBI കോടതി അതിൽ ഒന്നാം പ്രതി ജിതമോഹനും ഒപ്പം തന്നെ രണ്ടാം പ്രതി ശ്രീകുമാറിനും വധശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് CBI തന്നെയായിരുന്നു ഈ കേസ് പിന്നീട് ഏറ്റെടുത്ത് അന്വേഷിച്ചു വന്നത്. പക്ഷേ CBIയുടെ അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകളില്ല. ഈ ഒന്നാം പ്രതിക്കും രണ്ടാം പ്രതിക്കും കൃത്യമായ തെളിവുകൾ ശേഖരണത്തിലൊക്കെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച CBIയുടെ ഭാഗത്തുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ പ്രതികളെ, കേസിലെ 4 പ്രതികളെ, രണ്ടാം പ്രതി അടക്കം നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു, അങ്ങനെ കേസിലെ 4 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൈക്കോടതി. ഇതിനെതിരെ കുടുംബം സ്വാഭാവികമായും തന്നെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുമെന്നുള്ള കാര്യം ഇന്ന് തന്നെ അതിൻ്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനെ നേരിട്ട് കാണുകയും വക്കാലത്ത് കൊടുക്കുകയും നാളെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത് ഇതിൻ്റെ കക്ഷി ചേരും എന്നുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമാകും. ഈ കൊല്ലപ്പെട്ട ഉദയകുമാറിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കും. അതിനുവേണ്ടി കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നിലകൊള്ളുമെന്ന കാര്യമാണ്. അതിനുവേണ്ടി അപ്പീലിന് പോകുമെന്നുള്ള കാര്യമാണ്. പ്രധാനമായും ഇങ്ങനെ ഒരു 2005 നടന്ന സംഭവത്തിൽ അത് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഒരാളെ ഉരുട്ടിക്കൊന്ന കേസിൽ കൃത്യമായ തെളിവുകളൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടതാണെന്നുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് 4000 രൂപ മോഷ്ടിച്ചെന്ന പേരിലായിരുന്നു ഉദയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും. ആ 4000 രൂപ മോഷ്ടിച്ചതാണ്, അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന 4000 രൂപ മോഷ്ടിച്ചതാണെന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് ഇയാളെ അവിടെ വെച്ച് ഉദയകുമാറെ ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുമുള്ള പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ഈ കേസിനകത്തുണ്ടായി. ഈ കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പലരും പിന്നീട് SP-മാരും DYSP തലത്തിലേക്ക്, റാങ്ക് തലത്തിലേക്കൊക്കെ അടക്കം ഉന്നത പോലീസ് ബന്ധങ്ങളുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രതികളെല്ലാവരും രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു. 5-ാം പ്രതി മുതൽ 7-ാം പ്രതി വരെയുള്ള നിലവിൽ മുൻ SP-മാരായിട്ടുള്ള DYSP ആയിട്ടുള്ള അവർക്കെതിരെ നേരത്തെ തന്നെ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഗൂഢാലോചന, ഒപ്പം തന്നെ ഈ രീതിയിൽ പ്രതിയെ മാരകമായി ആക്രമിക്കാനുള്ള തരത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്നത് കുറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർക്ക് ആ ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ കൃത്യമായി ഉരുട്ടിക്കൊലയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അവരിൽ 2 പേർക്ക് 2018 CBI കോടതി വിധിച്ച വധശിക്ഷ റദ്ദ് ചെയ്തുകൊണ്ടാണ് 4 പ്രതികളെയും നിലവിൽ വെറുതെ വിട്ടിരിക്കുന്നത്. അതിനെതിരെയാണ് കുടുംബവും സർക്കാർ നിലവിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും. അനുജ, ശരി. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലാണ് സർക്കാരും സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാൻ തയ്യാറെടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.